ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്നൊരു ഘട്ടത്തിൽ മുൻകൂർ നോട്ടീസ് നൽകാതെ ഒരു വോട്ടർമാരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായീകരിക്കുകയാണ്. SIR പ്രക്രിയയിലെ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നാളെ പ്രതിഷേധ മാർച്ച് നടത്താനിരിക്കുകയാണ്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് സമഗ്രമായ റിപ്പോർട്ടൊന്ന് കാണാം. ആദ്യം ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ 65 ലക്ഷം വോട്ടർമാരെ കാരണങ്ങൾ വെളിപ്പെടുത്താതെ പുറത്താക്കിയെന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിന്റെ ഹർജിക്കെതിരെയാണ് സത്യവാങ്മൂലം. മുൻകൂർ അറിയിപ്പ് നൽകാതെ അർഹതപ്പെട്ട വോട്ടർമാരെ പുറത്താക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചു. വോട്ടർമാരുടെ വാദം കേൾക്കാൻ അവസരം നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർമാരെ സഹായിക്കുന്നതിനായി വോളണ്ടിയർമാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറന്തള്ളിയതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. SIR പ്രക്രിയ ഏറ്റെടുക്കുന്നതിനു മുന്നേ രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തണമായിരുന്നുവെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. SIR പോലുള്ള ഇത് വളരെ രഹസ്യാത്മകമായി ചെയ്തു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ ചെയ്തു എന്നുള്ളത് തന്നെ ഇവർക്കെന്തോ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ BJP ഭരണത്തിൻ്റെ ഒരു അനുബന്ധത്തെ പോലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധം പ്രതിപക്ഷമുയർത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ല. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണത്തിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം തുടരുകയാണ്. തെറ്റായ ആരോപണങ്ങളിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. തീർന്നില്ല. തൃശ്ശൂരിൽ 30,000-ലധികം വോട്ടുകൾ വ്യാജ മേൽവിലാസങ്ങൾ നൽകി ചേർത്തുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും BJP ഭരണത്തിൻ്റെ അനുബന്ധ ഘടകത്തെ പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നതെന്നും MA ബേബി. വാക്കുകൾ കേൾക്കാം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലടക്കം നടന്നതായി ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 30,000-ലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു. തൃശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു, വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട്. ഇത് വളരെ വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വസ്തുതകൾ നിങ്ങളാണ്, മാധ്യമങ്ങളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാനുണ്ട്. തീർച്ചയായും. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നു. സ്വാതി, MA ബേബിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇത്തരം ക്രമക്കേടുകളുടെ അവർക്ക് ബോധ്യമായ ഘടകങ്ങളാണ് എടുത്തു പറയുന്നത്. സംശയത്തിൻ്റെ മുൾമുനയിൽ തന്നെയാണ്. കോടതിയിൽ ഇത്തരത്തിലൊരു വാദവുമായി രംഗത്ത് വന്നു എന്നതുകൊണ്ട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്. തൃശ്ശൂരിലെ മാത്രം കാര്യമെടുക്കാം. നേരത്തെ MA ബേബി സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ 86,000 വോട്ട് കഴിഞ്ഞ തവണത്തിൽ നിന്ന് ചോർന്നു. അത് രാഷ്ട്രീയമായ പ്രശ്നമാണെന്ന് പറയാം. പക്ഷേ 30,000-ലധികം വ്യാജ രേഖകൾ ചേർത്ത് വോട്ടുകൾ ചേർക്കുന്നു. ഇത് കർണാടകത്തിൽ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഘട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ എന്തൊക്കെയാണ് ഇന്നിൻ്റെ വിവരങ്ങൾ? പ്രത്യേകിച്ച് ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേട്, അതിൻ്റെ പരിഷ്കരണത്തിൻ്റെ വേളയിൽ കാട്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രീതികൾ, അത് വിമർശനത്തിന് പാത്രീഭൂതമാണ്. മാത്രമല്ല നാളെ അത് സമരത്തിലേക്ക് അവർ പോകുന്നു. ഇന്ത്യ സഖ്യം മാർച്ച് നടത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക്. അജിംഷാദ്, ഈ ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിഷ്കാരം, ഈ SIR പ്രക്രിയയിലൂടെ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്നുള്ള ആരോപണം നിരവധി തവണയായി രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തിയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷം കഴിഞ്ഞ 11 ദിവസമായി പാർലമെന്റിൽ ഇതേ വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർത്തുന്നു. എന്നാൽ അത് ചർച്ചയ്ക്കെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യ MPമാരെല്ലാം തന്നെയും
ഒരുമിച്ച് ഒരു പ്രതിഷേധ മാർച്ചിലേക്ക് പോകുന്നത്. അത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഐക്യം ഈ വിഷയത്തിൽ ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ മുൻകൂർ നോട്ടീസ് നൽകാതെ ഒരാളെയും അർഹരായിട്ടുള്ള ഒരു വോട്ടർമാരെയും ഈ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് സത്യമാണോ? വസ്തുതകൾക്കനുസരിച്ച് അത് സത്യമാണോ? ഈ പറയുന്ന സത്യവാങ്മൂലത്തെ വെള്ളം തൊടാതെ വിഴുങ്ങാവുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നോ ബീഹാറിൽ നിന്ന് നാം വായിച്ചെടുത്തത്? സ്വാതി സന്തോഷ്, ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു SIR പ്രക്രിയയൊക്കെ നടപ്പിലാക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ആദ്യമായി ഇത് പുറത്തുവിട്ട ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കരട് പട്ടികയുണ്ട്. ആ കരട് പട്ടികയിൽ 65 ലക്ഷം വോട്ടർമാരാണ് പുറത്തു നിൽക്കുന്നത്. അതായത് വോട്ട് ചെയ്യാൻ അവകാശം നിഷേധിക്കപ്പെടുന്നത് ഈ 65 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരാണ്. ഈ വോട്ടർമാർക്ക് എങ്ങനെയാണ് എന്ത് മാനദണ്ഡത്തിലാണ് ഇവരെല്ലാം പുറത്താക്കിയത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. എന്നാൽ ആ ബാധ്യത ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുത്തിട്ടില്ല. എന്തുകൊണ്ട് ഇത്രയും പേർ പുറത്തു നിൽക്കുന്നു എന്നതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് വലിയ ആക്ഷേപമായി വരുന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ്, മാത്രമല്ല ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജി, അതിനെതിരെ നൽകിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഹർജി ഓഗസ്റ്റ് 12-ന് പരിഗണിക്കാൻ വേണ്ടി പോവുകയാണ് സുപ്രീം കോടതി. ആ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്ന. മാത്രമല്ല ഇതിന്റെ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ ആധാർ കാർഡ്, അതായത് വലിയ കൊണ്ടുപിടിച്ച് വലിയ അവകാശമായി ബയോമെട്രിക് ഒക്കെ ചേർത്തുണ്ടെന്ന് പറയുന്ന ആധാർ കാർഡ് പോലും ഇതിൻ്റെ പരിഗണനയിൽ പെടുത്തിയിരുന്നില്ല. കോടതിക്ക് അവസാനം ചോദിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സ്വാതി ഈ ആധാർ പട്ടിക പോലും ചേർക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെയുള്ള ഒരു സത്യവാങ്മൂലം. അത് കടന്നു പോകാനാകില്ല. നാളെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധമുണ്ടല്ലേ? തീർച്ചയായും ഈ വിഷയത്തിൽ സുപ്രീം കോടതി പലതരത്തിലുള്ള വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPക്കെതിരെയും, അതായത് കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. എന്തുകൊണ്ട് ഈ ഏറ്റവും കൂടുതൽ ആളുകളുടെ കൈവശമുള്ള ആധാർ, അതോടൊപ്പം തന്നെയും മറ്റ് വോട്ടർ ID, അതോടൊപ്പം തൊഴിലുറപ്പ് കാർഡ്, ഇതൊക്കെയാണ് ബീഹാറിലെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഒക്കെയും കയ്യിലുള്ള തിരിച്ചറിയൽ രേഖ. ഈ രേഖ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കാത്തത് എന്നുള്ള ചോദ്യം നിരവധി തവണ സുപ്രീം കോടതി ചോദിച്ചു. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പ്രോസസ്സിലൂടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. SIR പ്രക്രിയ പൂർത്തീകരിക്കുന്നതും അതിനുശേഷം ഈ കരട് പ്രസിദ്ധീകരിക്കുന്നതിനകത്തും ഒക്കെയും സുപ്രീം കോടതി നിർദ്ദേശിച്ച ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ ആക്ഷേപമായി ഉയരുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് നാളെ ഈ പ്രതിഷേധം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് വലിയ പ്രസക്തമായി തന്നെയാണ്. രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ മുന്നണി പോകുമ്പോൾ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഒന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുള്ള കുറേയധികം ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി തുറന്നു പറഞ്ഞ കുറെ തെളിവടക്കമാണ് കൊണ്ട് ഹാജരാക്കിയത്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം തുടരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ് നാളെ ഒരു പ്രതിഷേധം വരുന്നത്. ഈ പ്രതിഷേധം എന്തായാലും രാജ്യത്ത് വലിയ പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഒരു ഐക്യം എടുത്തു കാണിക്കും. മറ്റൊന്ന്, ഈ ജനാധിപത്യപരമായ അവകാശം മനുഷ്യന് ലംഘിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ശബ്ദം ഉയർത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത്. നാളെ ഏകദേശം രാവിലെയോടുകൂടി തന്നെ ഈ പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിനു മുമ്പ് നാളെ പാർലമെന്റ് ഉണ്ട്. പാർലമെന്റിലും ഈ വിഷയം പുറത്തും അകത്തും ഉയർത്തുമെന്നുള്ളത് നേരത്തെ എംപിമാരൊക്കെയും അറിയിച്ചിട്ടുണ്ട്. ഏത് തരത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ള കാര്യം തന്നെയാണ് ഈ പ്രതിഷേധക്കാർ, ഈ എംപിമാർ, ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. അജിംഷാദ്. ശരി സ്വാതി സന്തോഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.